കേരള മ്യൂറലിൽ വന്ന ധന്വന്തരി ഭഗവാനാണ്. ഓക്കെ. അപ്പം ഒരു കയ്യിൽ കുടം, ഒരു കയ്യിൽ ഹേർബ്സ് അല്ലെങ്കിൽ ഒച്ചായിരിക്കും. ഓക്കെ. ഒന്നിന് ശംഖും ചക്രവും പിന്നെ സൂര്യഭഗവാനും ചന്ദ്ര ഭഗവാനും കൂടെ അതേ രീതിയിൽ ഫുള്ളി ക്ലൗഡ്സ് ഒക്കെ വരച്ച് ഒരു സ്റ്റാൻഡിങ് പോസ്ചറാണ്. ഓക്കെ. ഒരു ഗോൾഡൻ ലോട്ടസിൻ്റെ മേലിൽ കടലാണ് ആക്ച്വലി ഈ വാട്ടറിൻ്റെ ബേസ്. ആ രീതിയിൽ നിൽക്കുന്ന ഒരു ഭഗവാൻ. ഞാൻ ചെയ്ത ഒരു കേരള മ്യൂറൽ ആർട്ടിനെ പറ്റി ഞാനൊരു വീഡിയോ ചെയ്തായിരുന്നു റീസെൻ്റ്ലി. അപ്പം അത് കഴിഞ്ഞപ്പോൾ എനിക്ക് ഇഷ്ടംപോലെ ആൾക്കാർ എൻ്റെ അടുത്ത് ഈ മ്യൂറൽ ആർട്ട്, കേരള മ്യൂറൽ ആർട്ട് എവിടെയാണ് പഠിക്കുന്നത്, എത്ര ഡ്യൂറേഷൻ വേണം ഇതിന്, അല്ലെങ്കിൽ എത്ര എക്സ്പെൻസീവാണ്, അങ്ങനെ ഒരുപാട് ക്വസ്റ്റ്യൻസ് എനിക്ക് നേരിട്ട് മെസ്സേജായിട്ടും ഫോൺ കോളായിട്ടും ഒരുപാട് ആൾക്കാർ എൻ്റെ അടുത്ത് ചോദിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതിനുള്ളൊരു ഉത്തരമാണ് എൻ്റെ ഈ വീഡിയോ. ഇത് തിരുവനന്തപുരം ഗവൺമെൻറ് കോളേജ് ഫോർ വിമൻ, അവിടെയുള്ള കണ്ടിന്യൂയിങ് എഡ്യൂക്കേഷൻ സബ് സെൻറ്റർ. അവിടെ ഡ്രോയിങ് ആൻഡ് പെയിൻറ്റിങ്ങിൻ്റെ ക്ലാസ്സിലാണ് ഞാൻ ഇരിക്കുന്നത്. ഞങ്ങളെല്ലാവരെയും ഡ്രോയിങ് ആൻഡ് പെയിൻറ്റിങ് പഠിപ്പിക്കുന്നത് ഞങ്ങൾക്ക് പ്രിയപ്പെട്ട അനിത ടീച്ചറാണ്. വെൽക്കം ടു മൈ ചാനൽ ടീച്ചർ. അപ്പോൾ അമൃത പിടിച്ച് നിൽക്കുന്ന ഹീലിംഗിൻ്റെ ഭഗവാനാണെന്ന് പറയാം അല്ലേ, ധന്വന്തരി ഭഗവാൻ. ഇതിൽ ഒരുപാട് സ്പോട്ടിങ് ഉപയോഗിച്ചിട്ടുണ്ട് അല്ലേ? ഫുൾ ഓഫ് സ്പോട്ടിംഗ് ആണ്. നമ്മുടെ ഡ്രസ്സായാലും ക്ലൗഡ്സ് ആണെങ്കിലും വാട്ടറിൻ്റെ പോർഷൻ, ബോഡി എല്ലാം നമുക്ക് സ്പോട്ടിംഗ് ആണ്. ഓക്കെ. അപ്പോൾ ഇങ്ങനൊരു വർക്ക് ചെയ്യാൻ വേണ്ടി ടീച്ചറിന് എത്ര സമയം എടുക്കും? ഇത് ഒരുപാട് വർക്കുകൾ ഡിപ്പെൻഡ് ചെയ്യും നമ്മൾ എത്ര ടൈം സ്പെൻഡ് ചെയ്യുന്നത്. ഒരു 1 hour to 2 hours ഒക്കെ എടുക്കണമെങ്കിൽ 3 months വരെ എടുക്കും. ഓക്കെ. എവറി ഡേ 2 hours വർക്ക് ചെയ്യുകയാണെങ്കിൽ 3 months എടുക്കും അല്ലേ? കംപ്ലീറ്റ് സ്പോട്ടിംഗ് ആയതുകൊണ്ട്, അതെ, ഫൈൻ ആയിട്ടുള്ള മൈനർ സ്പോട്ടിംഗ് ആയതുകൊണ്ട് അത്രയും ടൈം. ഓക്കെ. വെരി ഇൻട്രസ്റ്റിംഗ്. സാധാരണ ഒരു ആർട്ടിസ്റ്റോ അല്ലെങ്കിൽ ആർട്ട് ടീച്ചറോ ആണെങ്കിൽ തന്നെ 2, 3, 4 സബ്ജക്റ്റുകൾ പഠിപ്പിക്കുകയായിരിക്കും. പക്ഷേ ഞങ്ങളുടെ ആർട്ട് ടീച്ചർ ഞങ്ങൾക്ക് ഏതാണ്ട് 97-100ഓളം കോഴ്സുകൾ ഇവിടെ പഠിപ്പിക്കുന്നുണ്ട്. ടീച്ചർ പഠിപ്പിക്കുന്ന സബ്ജക്റ്റിനെ പറ്റി നമുക്ക് ടീച്ചറോട് തന്നെ ചോദിച്ചു നോക്കാം. ടീച്ചർ എന്തെല്ലാം പഠിപ്പിക്കുന്നത് ഇവിടെ? ഓയിൽ പെയിൻറ്റിംഗ് ഉണ്ട്, അക്രലിക് പെയിൻറ്റിംഗ് ഉണ്ട്, കേരള മ്യൂറൽ, താഞ്ചൂർ പെയിൻറ്റിംഗ് ഉണ്ട്. ഇതിൻ്റെയൊക്കെ ഫോംസിൽ നമ്മൾ ഈ ചെറിയ ചെറിയ ഫോക്ക് ആർട്സ് ഉണ്ട്. നമ്മളെ കലംകാരി പെയിൻറ്റിങ്, വാർലി പെയിൻറ്റിങ്, മധുബനി പെയിൻറ്റിങ്, ഇങ്ങനെ ഇതെല്ലാം നമ്മൾ ഫോളോ ചെയ്യുന്നുണ്ട്. അതുപോലെ തന്നെ ക്രാഫ്റ്റ് ഐറ്റംസ്, ഡെക്കോപ്പേജ്, പിന്നെ സെറാമിക് വർക്ക്സ്, ബോട്ടിൽ ആർട്ട്, ഇങ്ങനെ ഒത്തിരി ഫോംസ് നമ്മൾ ഫോളോ ചെയ്തുകൊണ്ടിരിക്കണം. ഏകദേശം 97 കോഴ്സസ് ഉണ്ട്. എല്ലാം കൂടെ കണ്ടിന്യൂയിങ് എഡ്യൂക്കേഷൻ്റെ ഫുൾ കോഴ്സസ് നോക്കുകയാണെങ്കിൽ നിയർലി 300 മേലെ. ഡിപ്ലോമ കോഴ്സസ് ഉണ്ട്, സർട്ടിഫിക്കറ്റ് കോഴ്സസ് ഉണ്ട്. ഏത് സ്റ്റുഡൻറ്റിനാണോ അവർ കംഫർട്ടബിൾ ആയിട്ടുള്ള കോഴ്സ് ചൂസ് ചെയ്യാം. ടീച്ചർ പഠിപ്പിക്കുന്നത് ഏതാണ്ട് 97 ഹാർഡ് ഫോംസ് ടീച്ചർ തന്നെയാണ് പഠിപ്പിക്കുന്നത് ഇവിടെ. പിന്നെ ഇവിടെ വരുന്നത് ഇഷ്ടംപോലെ ഗവൺമെൻറ് റിട്ടയർഡ് ഒഫീഷ്യൽസ് വരുന്നുണ്ട്, ടീച്ചേഴ്സ്, ഹോം മേക്കേഴ്സ്, ഡോക്ടേഴ്സ്, അങ്ങനെ എല്ലാ ഫീൽഡിൽപ്പെട്ട ആൾക്കാർ ഇവിടെ വരുന്നുണ്ട് അല്ലേ ടീച്ചർ? 3 വയസ്സ് തൊട്ട് നിയർലി 80 years വരെ പ്രായഭേദമന്യേ. റിട്ടയർ ചെയ്തവർ ആക്ച്വലി അവർക്കൊരു ടൈം പാസ് മാത്രമല്ല, കൊച്ചിലെ അവർക്ക് പറ്റാത്തത്, പിന്നെ അവർ ജോബിന് കയറിയതിന് ശേഷം പറ്റാത്തത്, അപ്പോൾ അതെല്ലാം നോക്കിയിട്ട് അവർ ആഫ്റ്റർ റിട്ടയർമെൻറ്റ് വരും. കുറേ ടൈം സ്പെൻഡ് ചെയ്യും. അവരെല്ലാവരും കൂടെ ആയിട്ട് ഇരുന്നിട്ട് ആ ഒരു ലക്ഷ്യ ടൈം മാത്രമല്ല ഒന്ന് പഠിച്ചെടുക്കുകയും ചെയ്യും. അപ്പം അതെല്ലാം കൂടെ നോക്കിയിട്ടായിരിക്കും. ഇറ്റ്സ് ലൈക്ക് എ പേഴ്സണൽ എൻറിച്ച്മെൻറ്റ് ഫോർ ഓൾ ഓഫ് us ടു. ഞങ്ങൾക്ക് ഇവിടെ വന്നാൽ ഞങ്ങൾക്ക് ഫ്രണ്ട്ലി അറ്റ്മോസ്ഫിയറാണ്. ഞങ്ങളുടെ ടീച്ചറാണെങ്കിലും ഫ്രണ്ട്ലി അറ്റ്മോസ്ഫിയറാണ് ഇവിടെ എപ്പോഴും. പിന്നെ ഞങ്ങളിവിടെ എല്ലാ സബ്ജക്റ്റും ഇവിടെ ഡിസ്കസ് ചെയ്യും. എനിത്തിങ് അണ്ടർ ദ സൺ. അതായത് ഇപ്പോൾ ഇന്നത്തെ ക്ലൈമറ്റ് മുതൽ, ഇന്നത്തെ ആഹാരം മുതൽ, ക്ലോത്ത് മുതൽ, ഈ അമേരിക്കയിലെ ട്രംപ് ബൈഡൻ ഇരുന്നതും, ബൈഡൻ്റെ പ്രസിഡൻസി തീരുന്നതും, അടുത്ത് ട്രംപ് സ്റ്റാർട്ട് ചെയ്യുന്നതും, അങ്ങനെ എല്ലാ കാര്യങ്ങളും ഞങ്ങളിവിടെ ഡിസ്കസ് ചെയ്യും. അപ്പം ഇത് ഞങ്ങൾക്കൊരു ഹാപ്പിനെസ്സിൻ്റെ ഒരു പ്ലേസ് ആയിട്ടാണ് ഞങ്ങൾ കൺസിഡർ ചെയ്യുന്നത്. ഇതുപോലെയുള്ള കണ്ടിന്യൂയിങ് എഡ്യൂക്കേഷൻ സെൻറ്റേഴ്സ് എല്ലാ ജില്ലകളിലും, അതുപോലെ ലോക്കൽ കോളേജുകളിലും ഉണ്ടായിരുന്നെങ്കിൽ അതൊരു വലിയ ഒരു മുതൽക്കൂട്ടായിരിക്കും സമൂഹത്തിന് തന്നെ. കാരണം നമ്മൾക്ക് വെറുതെ റിട്ടയർ ചെയ്ത ഒഫീഷ്യൽസ് ഒരുപാട് ആൾക്കാർ, ടീച്ചേഴ്സ് ആരായാലും വെറുതെ ഇരിക്കുന്നുണ്ടാവും. പക്ഷേ നമുക്ക് എന്താ പറയുക, ഇത് ഒരു ഹാപ്പിനെസ്സിന് വേണ്ടിയിട്ട്, അല്ലെങ്കിൽ ഒരു പേഴ്സണൽ എൻറിച്ച്മെൻറ്റിന് വേണ്ടിയിട്ട്, എൻ്റർടൈൻമെൻറ്റിന് വേണ്ടിയിട്ട്, പിന്നെ ഒരു സ്കിൽ അക്വയർ ചെയ്യാൻ വേണ്ടിയിട്ട്, വേണമെങ്കിൽ ഒരു പുതിയ ജോലി, ഒരു പുതിയ ഫീൽഡിലേക്ക് സ്റ്റാർട്ട് ചെയ്യാൻ പറ്റുന്ന ഒരു
ഒരു കാര്യമാണ്. അല്ലേ ടീച്ചറിൻ്റെ അഭിപ്രായം? അതെ, ശരിക്കും ഇവിടെ വരുന്ന സ്റ്റുഡൻസ് മീൻസ് അവർ കുറേ പേര് ഓക്കെ ജസ്റ്റ് ഒരു ടൈം പാസ് മാത്രം, ബട്ട് ഒരു പ്രൊഫഷണൽ ഇതിലോട്ടാവുന്നതിനെക്കാട്ടിയും അവർക്കൊരു ചെറിയൊരു വരുമാനം അതുണ്ടാക്കുന്നുണ്ട്. സ്റ്റുഡൻസ് ആയാലും ശരിക്കും പറഞ്ഞാൽ സ്റ്റുഡൻസിൻ്റെ ഒരു വലിയ ആക്ടിവിറ്റി മാത്രമല്ല, അവർക്കൊരു സ്കില്ല് ഡെവലപ്മെൻറ്റിൻ്റെ പല കോഴ്സസും ഉണ്ടല്ലോ. ബ്യൂട്ടീഷ്യൻ്റെ കോഴ്സസ് ഉണ്ട്, മിഷൻ എംബ്രോയിഡറി ഉണ്ട്, ഹാൻഡ് എംബ്രോയിഡറി ഉണ്ട്, സ്റ്റിച്ചിങ് ഉണ്ട്, പിന്നെ കമ്പ്യൂട്ടർ കോഴ്സസ് ഉണ്ട്, നമ്മളെ ഇതുപോലെ ആർട്ട് ഫോംസ്, ആർട്ട് ആൻഡ് ക്രാഫ്റ്റ് ക്ലാസ്സസ് ഉണ്ട്. അപ്പോൾ ഇതെല്ലാം ഇവർ അക്വയർ ചെയ്തിട്ട് അതിൻ്റെ നോളജ് അക്വയർ ചെയ്ത് പലവരും ഇത് ജസ്റ്റ് ഒരു ചെറിയ ബിസിനസ്സായിട്ട് ബ്യൂട്ടി പാർലേഴ്സ് നടത്തുന്നവർ, സ്റ്റിച്ചിങ് സെൻറ്റേഴ്സ്, കേരള മ്യൂറലിൽ വരച്ചിട്ട് അവർ പലയിടത്തും കൊടുക്കുന്നുണ്ട്. നമ്മളെ പല പെയിൻറ്റിങ്സും US-ലും കാനഡയിലും സ്വിറ്റ്സർലാൻഡ് ഇങ്ങനെ അവർ കൊടുത്തു വിടുന്നുണ്ട്. അപ്പോൾ അതൊരു വലിയ ഒരു അച്ചീവ്മെൻ്റ് ആണെന്നാണ് എൻ്റെ. കേരള ടീച്ചർ ഒരുപാട് ആർട്ട് ഫോംസ് പഠിപ്പിക്കുന്നുണ്ട്. കേരള മ്യൂറൽ കാണുമ്പോൾ പക്ഷേ ഞങ്ങൾക്ക് മറ്റേതൊരു ആർട്ട് ഫോമിനേക്കാളും കാണുമ്പോൾ ഭയങ്കരമായിട്ട് ആഹാ എന്തൊരു ഭംഗി എന്നൊരു തോന്നലുണ്ടല്ലോ. ഈ ആർട്ട് ഫോമിനെ പറ്റി ഇതിൻ്റെ കളേഴ്സ് ഉപയോഗിക്കുന്നത് ടീച്ചർ ഒന്ന് എക്സ്പ്ലെയിൻ ചെയ്തു. അതിന് മെയിൻ കാരണം ഇതിൻ്റെ വൈബ്രൻറ്റ് കളേഴ്സാണ്. പിന്നെ അതിൻ്റെ ചിട്ടകൾ, ഒരുപാട് ഓർണമെൻറ്റേഷൻസ് ഉണ്ട് ഇതിനകത്ത്. ഒരു ട്രീ തന്നെ വരയ്ക്കുകയാണെങ്കിൽ തന്നെ അതിൻ്റെ കളർ കോമ്പിനേഷൻസ്, അതിൻ്റെ മീൻസ് ഫ്ലോറൽ പാറ്റേൺസ്, ഫോണ ആൻഡ് ഫ്ലോറ എല്ലാം നമ്മൾ ആഡ് ചെയ്തിട്ടാണ് ഇതിൻ്റെ അകത്ത് കൊണ്ടുവരുന്നത്. അതെ. അപ്പം ഡ്രസ്സായാലും നോക്കിയാൽ അറിയാം, നല്ല ഹെവിലി ഓർണമെൻറ്റേഷൻ കൊടുത്താണ് നമ്മൾ ഓരോ പോർഷനും ചെയ്യുന്നത്. ഇത് ഓരോ ചിട്ടകൾക്കും ഓരോ പേരും ഉണ്ട്. കച്ചവാലെന്നും മെയിൻമുണ്ടെന്നും പടച്ചട്ട ഇങ്ങനെയൊക്കെ പറഞ്ഞിട്ട്. ഇതല്ലേ മണിമാല? ഇതാണ് മണിമാല ഡിസൈൻ. ഒരു ഇങ്ങനെ വരച്ചു വയ്ക്കണതാണ് അതിൻ്റെ ഡിസൈനാണ് മണിമാല എന്ന് പറയുന്നത്. അപ്പോൾ നിറച്ച് പേൾസ് അങ്ങനെയൊക്കെ വെച്ചിട്ട് ഗാർലൻഡ് ആയാലും ഫ്ലവേഴ്സ് ആയാലും ഹെയറിലായാലും ഇങ്ങനെ ഒത്തിരി ഡെക്കറേഷൻസ് ആണ്. ഡെക്കറേറ്റീവ് ആയിട്ടാണ് ആക്ച്വലി ഒരു ഡെക്കറേറ്റീവ് പെയിൻറ്റിങ് ആണ് നമ്മുടെ കേരള മ്യൂറൽ എന്ന് പറയുന്നത്. ഒരുവിധം നേച്ചറിലുള്ള എല്ലാ കാര്യങ്ങളും ഇൻക്ലൂഡഡ് ആണ്. അതിൽ ഫിഷ് ആയാലും പീകോക്ക് എല്ലാം നമ്മളിങ്ങനെ ഇതിനകത്ത് ഇൻക്ലൂഡ് ചെയ്ത് വന്നുകൊണ്ടേയിരിക്കും. പ്രത്യേകിച്ച് ഈ ചിത്രത്തിൽ ഇതൊരു ടീച്ചർ വരച്ച ചിത്രമാണല്ലോ അല്ലേ? ഇതിൻ്റെ അകത്ത് ഡിയർ ഉണ്ട്, ഫിഷ് ഉണ്ട്, പിന്നെ പീഹൻ ഉണ്ട് അല്ലേ? പീഹൻ, പീകോക്ക് എല്ലാം ഉണ്ട്. ഇതൊരു ഹോൾസം ആയിട്ടുള്ള എല്ലാം ഇൻക്ലൂഡ് ആയിട്ടുള്ള പിക്ചറാണ്. ഇത് ഈ ചിത്രം എന്താ? ഇത് രാധാമാധവമാണോ? അതെ, കൃഷ്ണനും രാധയും. ടീച്ചർ എങ്ങനെയാണ് ഈ രംഗത്തേക്ക് വന്നത്? ഇത് ചെറുപ്പത്തിലേ ടീച്ചർ ചെയ്യുമായിരുന്നോ അല്ലെങ്കിൽ ഇത് ഓവർ എ പീരീഡ് ഓഫ് ടൈം അക്വേർഡ് ആയിട്ടുള്ള ഒരു അക്വേർഡ് പാഷനാണോ ഇത്? കൊച്ചിലെ വലിയ ആർട്ടിസ്റ്റൊന്നും അല്ലായിരുന്നു, പക്ഷെ ഇഷ്ടമായിരുന്നു വരയ്ക്കാനൊക്കെ. അപ്പോൾ അമർചിത്ര കഥാസായിരുന്നു ഒരു ഇൻസ്പിറേഷൻ എന്ന് പറയാം. അതിൽ ചെറിയ ചെറിയ പിക്ചേഴ്സൊക്കെ എടുത്തിട്ട് നമ്മൾ ചാർട്ട് പേപ്പേഴ്സിൽ വരയ്ക്കും, സ്കെച്ച് പെൻ വരച്ചിട്ട് കളർ ചെയ്യും. അങ്ങനെ ഒരു കുറച്ച് വലുതായപ്പോൾ ഒരു 12 years to 15 yearsൻ്റെ ആ ഇടയിൽ ഞങ്ങൾ മധുരയിലായിരുന്നു. അവിടെ നിന്ന് കുറേ ആർട്ട് ഫോംസ് പഠിച്ചു. പിന്നെ താഞ്ചൂർ പെയിൻറ്റിങ് കുറച്ച് അവിടെ നിന്ന് പഠിച്ചു. ബേസിക് ആയിട്ടുള്ള ആർട്ടൊക്കെ അവിടെ നിന്ന് പഠിച്ചു കുറച്ച്. അത് കഴിഞ്ഞ് നേരെ വന്നത് ബാംഗ്ലൂരായിരുന്നു. ബാംഗ്ലൂരിൽ നിന്ന് എനിക്ക് ഒരു ടീച്ചറുണ്ടായിരുന്നു, വാണി മിസ് എന്ന് പറയും. വാണി മിസ്സിൻ്റെ നിന്നാണ് കുറേ പെയിൻറ്റിങ്സ് ഞാൻ അവിടെ നിന്ന് പഠിച്ചു. അങ്ങനെ താഞ്ചൂർ മാത്രമല്ല, ഓയിൽ, അക്രലിക്, മെയിൻ പെയിൻറ്റിങ്സ്, നമ്മൾ ഓയിൽ പെയിൻറ്റിങ്, അക്രലിക് പെയിൻറ്റിങ്, അത് മെയിനായിട്ട് ടീച്ചറിൻ്റെ നിന്നാണ് പഠിച്ചത്. പിന്നെ അത് കഴിഞ്ഞ് ഞങ്ങൾ നേരെ കേരളത്തിൽ വന്നത് ട്രിവാൻഡ്രത്ത് സെറ്റിൽ ചെയ്തത് കല്യാണത്തിന് ശേഷമാണ്. അങ്ങനെ ചെയ്തപ്പോഴാണ് പ്രിൻസ് സാറും ജസ്റ്റ് അപ്പോഴേ പഠിച്ചൊക്കെ ഇറങ്ങിയതായിരുന്നു. അപ്പോൾ സാറിൻ്റെ നിന്ന് ഞാൻ മ്യൂറൽ പെയിൻറ്റിങ് പഠിച്ചെടുത്തു. സാറായിരുന്നു എനിക്കൊരു ചെറിയൊരു ഷോർട്ട് ടേം കോഴ്സായിരുന്നു നമ്മൾ ചെയ്തത്. സാറിൽ നിന്ന് അങ്ങനെ. അപ്പോൾ അതുവരെ പഠിക്കാതിരുന്നത് കേരള മ്യൂറലായിരുന്നു. അതിവിടെ വന്ന് കേരളത്തിൽ വന്ന് സാറിൻ്റെ അടുത്ത് പഠിച്ചു. ഇത് കംപ്ലീറ്റഡ് അല്ല, ജസ്റ്റ് ഫിനിഷ് ചെയ്തുകൊണ്ടിരിക്കണേ ഉള്ളൂ. അപ്പോൾ ഇതിലും നമുക്ക് കാണാം ഇതുപോലത്തെ ഡിയേഴ്സ്. അതെ, ഇതിലെല്ലാം ഫ്ലോറ ആൻഡ് ഫോണ ഇഷ്ടം പോലെ ഉണ്ട് അല്ലേ? അതിൻ്റെ താഴോട്ടുള്ള ഭാഗങ്ങളും കൂടെ നമുക്ക് കാണിച്ചു കൊടുക്കാം.
ഇങ്ങനെ ആഡ് ചെയ്തുകൊണ്ട് ഇതില് ഫിഷ് ഉണ്ട്, ഇതില് ഡിയർ ഉണ്ട്, ലോട്ടസ് ലീവ്സ്, ലോട്ടസ്, ചിലതിൽ ലില്ലീസ് ആയിരിക്കും. നമ്മൾ ഏതാണോ നമുക്ക്, പിന്നെ ഒരു ബേർഡ്. അതെ, ഇതിലെ ലീവ്സ് തന്നെ ഇത് ഷെയ്ഡ് ചെയ്യാൻ എത്ര സമയം, ഷെയ്ഡിങ് പ്ലസ് സ്പോട്ടിംഗ് ഉണ്ടോ ലീവ്സിൽ? And don't forget this parrots. ഷെയ്ഡിങ് camouflage സ്പോട്ടിംഗ്. ലീവ്സിൽ സാധാരണ സ്പോട്ടിംഗ് കൊടുക്കാറില്ല, ഇല്ല. ഷെയ്ഡിങ് തന്നെയാണ്. ഓക്കെ, പിന്നെ പാരറ്റിൽ നമുക്ക് കുറച്ച് കൊടുക്കാം. ഓക്കെ. പിന്നെ ബോഡി പാർട്ട്, നമ്മളെ ഫേസ്, ബോഡി. ടീച്ചറിൻ്റെ ചിത്രം ശ്രദ്ധിക്കുമ്പോൾ നിങ്ങൾക്ക് എല്ലാവരും ഈ കണ്ണുകൾ ശ്രദ്ധിച്ച്, കണ്ണും ചുണ്ടും വളരെ മനോഹരമായിട്ടാണ് ടീച്ചർ അത് വർക്ക് ചെയ്യുക. അതാണ് മ്യൂറലിൻ്റെ ഒരു ചിട്ടയാണ്. നമ്മൾ അത് ഫോളോ ചെയ്യണമെന്നേ ഉള്ളൂ. കുറച്ച് ലോങ് ഐസും ശരിക്കും ഐലാഷസ് ഇല്ല, ആ രീതിയിലാണ്. പക്ഷെ എന്നാലും എന്തോ ആ ഐബ്രോസ് തന്നെ വേറെ ഒരു ടിപ്പിക്കൽ ഒരു വേറൊരു ഷേപ്പാണ്. പിന്നെ അതുപോലെ തന്നെ ചുണ്ട് നമ്മൾ കാവി കളറിൻ്റെയും അതിൻ്റെയൊക്കെ. മറ്റേത് ആർട്ട് ഫോമിനേക്കാളും ഈ ഒരു കേരള മ്യൂറൽ എടുക്കുമ്പോൾ നമുക്ക് ഇതിൻ്റെ കളേഴ്സ് എല്ലാം ആകുമ്പോൾ നമ്മൾ ആഹാ എന്തൊരു മനോഹരമായ ചിത്രം പെയിൻറ്റിങ് എന്ന് നമുക്ക് തോന്നും. അപ്പോൾ അതിൻ്റെ ഈ കളേഴ്സിനെ പറ്റി ഒന്ന് എക്സ്പ്ലെയിൻ ചെയ്തില്ലല്ലോ. ഇതിൽ ആക്ച്വലി 5 കളേഴ്സ് നമ്മൾ യൂസ് ചെയ്യുള്ളൂ. മെയിൻ കളേഴ്സ് എന്ന് പറയുന്നത് വൈറ്റ്, നമ്മളെ ബേസിന് തന്നെ ഫോളോ ചെയ്യണം. ഓക്കെ. പിന്നെ കാവി കളറ്, യെല്ലോ മഞ്ഞ കളറ്, നീലം, പിന്നെ പച്ച. പച്ചയിൽ ചെറിയ അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ നമ്മൾ കളേഴ്സ് ഡിഫറെൻറ്റ് മീൻസ് കുറച്ച് ഡാർക്ക് ആക്കാറുണ്ട്, ലൈറ്റർ ആക്കാറുണ്ട്. അതുപോലെ തന്നെ ബ്ലൂ. കുറച്ച് വർക്കുകളുണ്ട് ഇവിടെ. ഏകദേശം ക്ലൗഡ്സിന്റെ പോർഷൻ ഒക്കെ ഇനി ചെയ്യാനുണ്ട്. ബ്ലാക്ക് ഔട്ട്ലൈനിങ് ലാസ്റ്റിലാണ് നമ്മൾ ബ്ലാക്ക് ഔട്ട്ലൈനിങ് ചെയ്യണം. എല്ലാം നമ്മളിപ്പോൾ കണ്ണായാലും മൂക്കായാലും എല്ലാം നമ്മൾ ഏതാണോ ബോഡി കളർ നമ്മൾ യൂസ് ചെയ്യണേ അതേ കളറിൻ്റെ ഒരു ചെറിയൊരു ഷെയ്ഡിങ് ഒക്കെ കൊടുത്തിട്ട് നമ്മൾ ഫേസുകൾ കംപ്ലീറ്റ് ചെയ്യും. എന്നിട്ട് ലാസ്റ്റിലാണ് നമ്മൾ ബ്ലാക്ക് ഔട്ട്ലൈനിങ്, ഫുൾ പിക്ചറിനും ബ്ലാക്ക് ഔട്ട്ലൈനിങ് വരും. ഹൈലൈറ്റ് ചെയ്യാൻ വേണ്ടി ഹോൾ പിക്ചറും നമ്മൾ പെയിൻറ്റിങ്ങിന് ബ്ലാക്ക് ഔട്ട്ലൈനിങ് കൊടുക്കും. അപ്പം അങ്ങനെയാണ് നമുക്ക് വൈറ്റ്, ബ്ലാക്ക്, കാവി, മഞ്ഞ, ബ്ലൂ, പച്ച ഇങ്ങനെ വരണം. വൈറ്റ് ആക്ച്വലി നമ്മൾ കളറായിട്ട് പറയാത്തത് എന്തുകൊണ്ടെന്ന് പറഞ്ഞാൽ ബേസ് കളർ തന്നെ നമ്മൾ യൂസ് ചെയ്യാം. ബാക്കി 5 കളറാണ്: കാവി, മഞ്ഞ, പച്ച, നീലം, പിന്നെ ബ്ലാക്ക്, കറുപ്പ്. ഇതൊരു മ്യൂറൽ ഓൺ ക്യാൻവാസ് ആണ് അല്ലേ? എത്ര മീറ്റർ ഉണ്ട് ടീച്ചർ? ഹൗ ലോങ്? ഇത് നിയർലി ഒരു 2 meters വരില്ല. പക്ഷെ ലെങ്ത് ആൻഡ് ബ്രെത്ത് ആ രീതിയിലാണ്. ഹൈറ്റും ഉണ്ട് ബ്രെത്തും ഉണ്ട്. ആ രീതിയിലാണ് ഈ പിക്ചർ ഒന്ന് ചെയ്തിരിക്കുന്നത്. ഇപ്പോൾ ടീച്ചർ ഇവിടെ താഞ്ചൂർ പഠിപ്പിക്കുന്നുണ്ട്, കുറേ ആർട്ട് ഫോംസ് പഠിപ്പിക്കുന്നുണ്ട്. ടീച്ചറിന് ഇഷ്ടപ്പെട്ട ഒരു ആർട്ടിസ്റ്റ് ആരാണെന്ന് ചോദിച്ചാൽ ആരെയാണ് ടീച്ചർ പറയാം? ആർട്ടിസ്റ്റ് ഓയിൽ പെയിൻറ്റിങ് വെച്ചിട്ട് നോക്കുമ്പോൾ നമ്മളെ രാജാ രവിവർമ്മ, അത് വിട്ടിട്ട് ഒന്നുമില്ല. കേരളത്തിൻ്റെ ഒരു പ്രൈഡും കൂടെയാണ്. പിന്നെ കുറച്ച് ആർട്ടിസ്റ്റുകൾ ഞാൻ ഒരുപാട് പേരെ അങ്ങനെ പരിചയപ്പെട്ടിട്ടൊന്നുമില്ല. പക്ഷെ ദത്തൻ സാറിനെ കണ്ടിട്ടുണ്ട്. പിന്നെ നമ്പൂതിരി സാറിനെ കണ്ടിട്ടില്ല, പക്ഷെ അറിയാം. വർക്ക്സ് ഒക്കെ ഇഷ്ടമാണ്. പിന്നെ ദത്തൻ സാറിൻ്റെ വർക്ക്സും ഇഷ്ടമാണ്. പിന്നെ നമ്മളെ മ്യൂറൽ ആർട്ടിസ്റ്റ് പ്രിൻസ് തോന്നിക്കൽ ഒരു വലിയ ഇൻസ്പിറേഷൻ എനിക്കാണ്. സാറിൻ്റെ പെയിൻറ്റിങ്സ് ഇപ്പോഴും ഞാൻ ഫോളോ ചെയ്യാറുണ്ട്. എന്തെങ്കിലും ഡൗട്ട്സ് ഉണ്ടെങ്കിൽ ചോദിക്കാറുണ്ട്, ക്ലിയർ ചെയ്യാറുണ്ട്. ഇങ്ങനെ എനിക്ക് വലിയ ഒരുപാടൊന്നും അറിയില്ല. പിന്നെ നമ്മളെ അഫ്കോഴ്സ് നമ്മളെ വലിയ വലിയ ആർട്ടിസ്റ്റുകൾ വാൻഗോഗ് പോലത്തെ അവരൊക്കെ നമുക്ക് ഒരുപാട് ഇൻസ്പിറേഷൻസ് തരും. ടീച്ചർ അറിയില്ല എന്നൊക്കെ ടീച്ചർ ഭയങ്കര പൊളൈറ്റായിട്ട് പറയുന്നത്. ടീച്ചർ ഒരുപാട് ആർട്ട് ഫോംസ് 97 ആർട്ട് ഫോംസ് പറയുന്ന ടീച്ചറാണിത്. അപ്പോൾ ടീച്ചർ അപ്പോൾ ഒരുപാട് ആർട്ട് ഫോംസ് അറിയാം, ഇഷ്ടമുണ്ട്, എല്ലാത്തിനോടും ഒരുപോലെ ഇഷ്ടമാണെന്ന് പറഞ്ഞല്ലോ. അപ്പം ഒരു ഹൈപ്പത്തറ്റിക്കൽ ക്വസ്റ്റ്യൻസ് ചോദിക്കുക. ഒരു ദിവസം ടീച്ചറിന് ഒരു വേൾഡിൽ ഏത് ആർട്ട് ഫോം വേണമെങ്കിലും പഠിപ്പിച്ചോളൂ. സ്പേസ് റെസ്ട്രിക്ഷൻ ഇല്ല, അതുപോലെ ബഡ്ജറ്റ് റെസ്ട്രിക്ഷൻ ഇല്ല. അങ്ങനെ ഒരു ഓപ്പർച്യൂണിറ്റി വരികയാണെങ്കിൽ വിച്ച് ആർട്ട് ഫോം വിൽ യു ചൂസ്? അഫ്കോഴ്സ് നമ്മളെ കേരള മ്യൂറൽ തന്നെ ആയിരിക്കും. അത് വേറൊന്നും കൊണ്ടല്ല, നമ്മളെ ടിപ്പിക്കൽ നമ്മളെ കേരളയിലെ ഒരു ആർട്ട്. അതിനെ ഒന്ന് എല്ലാവരും അറിയിക്കാൻ വേണ്ടി, അത് മീൻസ് ജസ്റ്റ് ഒന്ന് അത് ഹൈലൈറ്റ് ചെയ്യാൻ വേണ്ടി കേരള മ്യൂറൽ തന്നെയായിരിക്കും ഞാൻ ചൂസ് ചെയ്യുന്നത്. പിന്നെ എനിക്ക് ശരിക്കും ഇപ്പോൾ ഒരു 10 to 12 years ബിഫോറാണ് BFAൻ്റെ ഒരു കോഴ്സും ചെയ്യാൻ പറ്റി. മൈസൂർ യൂണിവേഴ്സിറ്റി പോയിട്ട് അവിടുത്തെ കോഴ്സ് ചെയ്യാൻ പറ്റി. അപ്പം നമ്മൾ ആർട്ടിൽ കുറച്ചും കൂടെ എനിക്കൊന്ന് കോൺട്രിബ്യൂട്ട് ചെയ്യാൻ പറ്റും. ബാച്ചിലർ ഓഫ് ഫൈൻ ആർട്സ് അല്ലേ? ഫൈൻ ആർട്സ്.
അപ്പോൾ അതിൻ്റെ കോഴ്സ് ഫുൾ കംപ്ലീറ്റ് ചെയ്യാൻ പറ്റിയിട്ടില്ല. പക്ഷേ കുറേ പ്രശ്നങ്ങളുണ്ടായി അവിടെ ഓപ്പൺ യൂണിവേഴ്സിറ്റി ആയതുകൊണ്ട്. പക്ഷെ എന്നാലും ആ 2 years 3 year കോഴ്സാണ്. പക്ഷെ 2 year കോഴ്സേ നമുക്ക് ചെയ്യാൻ പറ്റുള്ളൂ. പക്ഷെ ആ 2 years നമുക്ക് വലിയൊരു അച്ചീവ്മെൻ്റ് തന്നെയായിരുന്നു. ഒത്തിരി ആർട്ട് ഫോംസ് അവിടുത്തെ എല്ലാം കൂടെ പഠിച്ച് മൈസൂർ യൂണിവേഴ്സിറ്റിയിലായിരുന്നു. അത് നല്ലൊരു ബെനിഫിറ്റ് ആയിരുന്നു. മീൻസ് നല്ലൊരു കോൺട്രിബ്യൂഷൻ തന്നിട്ടുണ്ട്. പിന്നെ മോഡേൺ ടെക്നിക്സ് കുറേ വരുന്നുണ്ടല്ലോ. അപ്പം മോഡേൺ ടെക്നിക്സ് കുറേ വരുമ്പോൾ നമ്മളെ പഴയ ഓത്തൻറ്റിസിറ്റി ഒക്കെ പ്രിസർവ് ചെയ്യാൻ വേണ്ടിയിട്ട് ഹൗ ഡു യു ബാലൻസ് ദാറ്റ്? നമ്മളെ മ്യൂറലിൽ തന്നെ ആക്ച്വലി വാൾ പെയിൻറ്റിംഗ് ആണ് നമ്മളെ. അതെ. പക്ഷേ എല്ലാവർക്കും ഇപ്പോൾ നമുക്ക് വാളിൽ ചെയ്ത് എപ്പോഴും വാളിൽ അത് നടക്കാത്ത, അങ്ങനെയാണ് നമ്മൾ ക്യാൻവാസിലോട്ട് എല്ലാവരും സ്വിച്ച് ഓൺ ചെയ്തു. ഓക്കെ. അതുപോലെ കളേഴ്സ് ഇപ്പം മോഡേൺ ആർട്ട്, കുറച്ച് മോഡേൺ വേസ്, ആക്ച്വലി ആർട്ട് എന്ന് പറയാൻ പറ്റില്ല, മോഡേൺ വേ ഓഫ് കോൺട്രിബ്യൂഷൻ കളറിലും ഒക്കെ വരുന്നുണ്ട്. വയലറ്റ്, പിന്നെ ബ്ലൂവിൻ്റെ തന്നെ പല ടോൺസ്. ഒരു താമരയ്ക്ക് റെഡ്, ഞാനിപ്പോൾ ഇതിൽ കാവി തന്നെയാണ് കൊടുത്തിരിക്കുന്നത്. പക്ഷെ പിങ്ക് കളർ കൊടുത്തിട്ടും ചെയ്യാറുണ്ട്. താമരയുടെ ആ ഒരു കളർ ചെയ്തിട്ട് ആ രീതിയിൽ ചെയ്യാറുണ്ട്. അപ്പോൾ ചെറിയ ചെറിയ കളർ കോമ്പിനേഷൻസ് ഒക്കെ ആഡ് ചെയ്തുകൊണ്ട് മ്യൂറലിൽ പോകുന്നുണ്ട്. നമ്മൾ ഓയിൽ ആൻഡ് അക്രലിക് ആക്ച്വലി ഫൈനാണ്. ഇപ്പോൾ രവിവർമ്മയുടെ ചിത്രങ്ങളൊക്കെ നമ്മൾ കണ്ടാൽ, രവിവർമ്മയുടെ പിക്ചേഴ്സ് കണ്ടാൽ ഭയങ്കര ഫൈൻ ടെക്സ്റ്റേഴ്സും ഭയങ്കര നല്ല ഒരു കളേഴ്സും ഒക്കെ ഭയങ്കര സൂതിങ് ആണ് അങ്ങനെ. പക്ഷെ അതിൻ്റെ പ്രിൻസ് ക്യാൻവാസിൽ തന്നെ എടുക്കുന്നുണ്ട്. ആർട്ടിസ്റ്റുകളും അത് എടുക്കുന്നുണ്ട്. ഒരു പെയിൻറ്റിങ് ചെയ്യുക, പിന്നെ ഫുള്ളി നമ്മൾ അതിൽ നിന്ന് പിക്ചേഴ്സ് പ്രിൻ്റ് ചെയ്തെടുക്കുക, ക്യാൻവാസിൽ തന്നെ പ്രിൻ്റ് ചെയ്തെടുക്കുക. ശരിക്കും അതൊരു എന്താ പറയുക, ഒരു എക്കണോമിക്കൽ ബെനിഫിറ്റിന് വേണ്ടിയായിരിക്കണം. പക്ഷെ അത് ആർട്ടിസ്റ്റുകൾ എന്നിട്ട് അവർ പറഞ്ഞു കൊടുക്കുകയാണെങ്കിൽ കുഴപ്പമില്ല, ഇത് ജസ്റ്റ് ഒരു റീക്രിയേറ്റ് ചെയ്ത ഒരു ഇങ്ങനെ പ്രിൻ്റാണെന്ന് പറഞ്ഞു. പക്ഷെ അറിഞ്ഞുകൂടാത്തവർ ചെന്നിട്ട് ഈ പ്രിൻ്റ് പെയിൻറ്റിംഗ് എന്ന് പറഞ്ഞിട്ട് മേടിക്കണവർ ഒരുപാട് പേര് അറിയാതെ. ഇപ്പം ആർട്ടിസ്റ്റുകൾ, ഇപ്പം ഞാൻ അറിയുന്നത് ആർട്ടിസ്റ്റുകൾ ആക്ച്വലി ഓയിൽ പെയിൻറ്റിങ്ങും അക്രലിക്കും ഒക്കെ ഒരു ചെറിയ ടെക്സ്ചറും കുറച്ചൊരു ലിഫ്റ്റ് ഫീൽ ചെയ്യണ രീതിയിൽ നമ്മൾ ഇപ്പം നമുക്ക് നോക്കാം. ഇതിൻ്റെ അകത്ത് ഇപ്പം നമ്മൾ ഒരു ലീവ്സും ആ ഒരു ഇതൊക്കെ നമ്മൾ കൈ കൊണ്ട് തൊട്ടാൽ അറിയാൻ പറ്റും. ഒരു ചെറിയ ടെക്സ്ചർ വർക്ക് ഉണ്ട് അതിനകത്ത്. ഫൈൻ വർക്ക് മാത്രമല്ല, ആ ഒരു എംബോസ്ഡ് ഫീലിംഗ്. അപ്പം ആ ഒരു നൈഫ് വെച്ചിട്ട് ചെയ്യണതും ഉണ്ട്. ഇപ്പം അത് കുറച്ച് നൈഫ് യൂസ് ചെയ്തിട്ട് ബ്രഷ് യൂസ് ചെയ്തിട്ട് ഒക്കെ ചെയ്യണതും ഉണ്ട്. അപ്പം അതുപോലെ അപ്പം കുറച്ചും കൂടെ നമുക്ക് പിന്നെ അറിയാമെന്നുള്ളവർ ഓഫ്കോഴ്സ് പെയിൻറ്റിങ് ഏതാണ് പ്രിൻ്റ് ഏതാണെന്ന് മനസ്സിലാക്കും. പിന്നെ അറിഞ്ഞൂടാത്തവർ ശരിക്കും പറഞ്ഞാൽ എക്കണോമിക്കൽ നോക്കണമെങ്കിലും ഇപ്പോൾ ഒരു ഒറിജിനൽ പെയിൻറ്റിങ്ങിന് ഒരു 10,000 rupees ആണെങ്കിൽ പ്രിൻറ്റിന് ശരിക്കും 1000 രൂപ പോലും ആവില്ല. പക്ഷെ ആ സമയത്ത് ഇവർ അതിന് ഈ 10,000 വെച്ചിട്ട് തന്നെ വിൽക്കണവരുണ്ട്, സെയിൽ ചെയ്യണത്. അപ്പം അത് ആക്ച്വലി ആ ക്ലൈൻറ്റിന് പറ്റിക്കുന്നത്. അതുപോലത്തെ സംഭവങ്ങൾ. അപ്പോൾ അങ്ങനെ ഒരു ക്ലയൻറ്റിന് അറിയില്ല, അങ്ങനെയാണെങ്കിൽ ആ ക്ലയൻറ്റ് എങ്ങനെ ഒരു നല്ല മ്യൂറലോ അല്ലെങ്കിൽ അക്രിലിക്കോ എനിത്തിങ് എങ്ങനെ അവർ പർച്ചേസ് എങ്ങനെ ചെയ്യാൻ പറ്റും? ഒന്നേ അവരൊരു നല്ല ഒരു ആർട്ടിസ്റ്റിനെ അപ്രോച്ച് ചെയ്യുക, അല്ലെങ്കിൽ അതുപോലത്തെ ആർട്ടിസ്റ്റ് ഷോപ്സ് ഉണ്ട്, അവർ ജെന്യൂനായിട്ടുള്ള പ്രോഡക്ട്സ് വിൽക്കണവർ. അപ്പം ഒന്നേ അവരെ അപ്രോച്ച് ചെയ്യുക, അല്ലെങ്കിൽ നമ്മൾ ഒരു വീട്ടിലോ അല്ലെങ്കിൽ ഒരു ഓഫീസിലോ നമ്മൾ മെറ്റീരിയൽസ് ഇതുപോലത്തെ ആർട്ട് മെറ്റീരിയൽസ് വാങ്ങിക്കാൻ പോകുമ്പോൾ ഏതെങ്കിലും ഒരു ആർട്ടിസ്റ്റിനെ കൂട്ടുക, അറിയാമെന്നുള്ളവർ. അല്ലെങ്കിൽ നമ്മൾ ആദ്യം ഇതിനെപ്പറ്റി സ്റ്റഡി ചെയ്യുക, എന്താണ് നമ്മൾ വാങ്ങിക്കുന്നത്, ഒറിജിനൽ ആണോ അതാ നമ്മൾ ജസ്റ്റ് പ്രിൻ്റ് ആണോ മേടിക്കണത്, അത് മനസ്സിലാക്കിയിട്ട് പോയി വാങ്ങിക്കുന്നത്. ഇത് ക്യാമറയ്ക്ക് പിറകിൽ നിൽക്കുന്ന ഫാത്തിമ. ഫാത്തിമ ഇവിടെ എന്താ പഠിക്കുന്നത്? ഞാൻ ഇപ്പോൾ പഠിക്കുന്നത് വാട്ടർ കളർ. ഓക്കെ, ബോട്ടിലാണ് വരയ്ക്കുന്നത്. ഓക്കെ, അല്ലാതെ ഇപ്പോൾ പഠിക്കുന്നത് പറഞ്ഞാൽ അതിന് മുന്നേ വേറെ എന്തൊക്കെ പഠിച്ചിട്ടുണ്ട്? ഈ ക്ലാസ്സിൽ ടീച്ചറിൻ്റെ കീഴിൽ മ്യൂറൽ പെയിൻറ്റിങ് പഠിച്ചിട്ടുണ്ട്. ഞാൻ അതിൻ്റെ തന്നെ പെൻസിൽ ഡ്രോയിങ് പഠിച്ചിട്ടുണ്ട്. ഓക്കെ, അല്ലാണ്ട് വേറെ ക്ലാസ് കണ്ടിന്യൂയിങ് എഡ്യൂക്കേഷൻ്റെ തന്നെ വേറെ ക്ലാസ്സുകളിൽ മറ്റ് വേറെ എന്തെല്ലോ പഠിച്ചിട്ടുണ്ടോ? എന്തൊക്കെയാണ് പഠിച്ചിട്ടുള്ളത്? അത് ഓയിൽ പെയിൻറ്റിങ് ഗ്ലാസ് പഠിച്ചിട്ടുണ്ട്.
പിന്നെ വുഡ് മ്യൂറൽ പഠിച്ചിട്ടുണ്ട്, അജന്ത മ്യൂറൽ പഠിച്ചിട്ടുണ്ട്, Okay. ഇന്ത്യൻ ഇങ്ക് പഠിച്ചിട്ടുണ്ട്, ഓക്കെ സാൻഡ് പെയിന്റിങ് പഠിച്ചിട്ടുണ്ട്. ഓക്കെ. ഒരുപാട് കാലമായി ഇവിടെ അറ്റൻഡ് ചെയ്യാൻ തുടങ്ങിയിട്ട്? ഞാൻ 2019 തൊട്ട് ഇവിടെ പഠിച്ചുകൊണ്ടിരിക്കുന്നുണ്ട് അല്ലേ? ഓക്കെ. അല്ലാതെ കോളേജുകളിൽ നീ എന്ത് സ്കൂൾ സ്റ്റുഡൻ്റ് ആണോ അല്ലെ കോളേജ് സ്റ്റുഡൻ്റ് ആണോ? ഞാൻ പോസ്റ്റ് ഗ്രാജുവേറ്റിംഗ് മാസ് കമ്മ്യൂണിക്കേഷൻ ആൻഡ് ജേർണലിസം. അത് ശരി. ഓക്കെ. ഐ എം ടോക്കിംഗ് ടു എ ജേർണലിസ്റ്റ്. ഓൾറൈറ്റ്, താങ്ക് യു. അതിൻ്റെ മുകളിൽ ഗ്രീൻ വെക്കണം. വേണ്ട, അത് പിന്നെ നമുക്ക് ഷെയ്ഡിങ് ചെയ്യാം. ഫസ്റ്റ് ജസ്റ്റ് ഫില്ലിങ് ചെയ്യണം, എന്നിട്ട് ഷെയ്ഡ് കുറച്ചെല്ലാം